ഞായറാഴ്ച രാവിലെ കാണുന്ന ന്യൂസ് ഞെട്ടിക്കുന്ന സാധനമാണ്. നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ ആത്മഹത്യ എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടു. ആ വാർത്തയെക്കുറിച്ചുള്ള കാര്യം കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ കാണുന്നത്, ആ പയ്യനെ അവൻ പഠിച്ച ദന്തൽ കോളേജിലെ അധ്യാപകർ അധിക്ഷേപിക്കുകയും ജാതീയമായിട്ട് കുറെ പറയുകയും അവന്റെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുകയും അവന്റെ അപ്പന്റെ പണിയുടെ പേരിൽ അധിക്ഷേപിക്കുകയും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ആ ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചപ്പം അതായത് അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു പയ്യനോ കാര്യമൊന്നുമല്ല. ഇനി അവൻ അയച്ച കുറച്ച് ഓഡിയോ ക്ലിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. എന്തായാലും ഇത് ഒരിക്കലും ഒരു ആത്മഹത്യയാകാനുള്ള സാധ്യതയില്ല. ഇതൊരു കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുന്ന ഒരു പയ്യൻ, അവന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് അവന്റെ സഹോദരിമാരെ അറിയിക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്പും സുഹൃത്തുക്കൾക്ക് അയച്ച ഓഡിയോ ക്ലിപ്പും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചു നടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 100-ൽ 99 പേരും തൻ്റെ അടിമയായിരിക്കും. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇന്നലെ കുറേ നടന്നിട്ടുണ്ട്. നമ്മള് ഇതുപോലെയുള്ള ഇതിന്ന് പന്ന ഇറങ്ങിയല്ലേ, ഞാൻ സ്റ്റാഫ് അധ്യാപകന്മാരുള്ള റൂമിൽ നിന്ന്. കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ. മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതീയമായിട്ട് എത്രയോ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചാണ് ഒരാളെ അധിക്ഷേപിക്കുന്നത്, നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, പിന്നെ അവന്റെ അച്ചായന്റെ ജോലിയുടെ പേരിൽ, അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പഠിപ്പിക്കേണ്ട അധ്യാപകന്മാർ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഇത്. നമ്മളും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ട് വന്ന നമ്മുടെ അധ്യാപകർ നമ്മളെ ശാസിക്കുകയും ആവശ്യത്തിനുള്ള ശിക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ട് അവർ ഒരിക്കലും ശിക്ഷിച്ചിട്ടില്ല. നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാലോ അല്ലെങ്കിൽ പഠിക്കാൻ ഇച്ചിരി പുറകോട്ടായാൽ പഠിക്കാൻ വേണ്ടിയിട്ടോ അടിയുടെ ചൂട് ചെറിയ അന്നൊക്കെ അടിക്കുമായിരുന്നു, വടി കൊണ്ടുള്ള അടി ഉണ്ടായിരുന്നു, അത് കൈക്കിട്ടൊക്കെ അടിക്കുക, ചിലപ്പോൾ തുടക്കിയിട്ട് അടിക്കുമായിരുന്നു. പക്ഷെ അന്നത്തെ അടിയുടെ പേരിലൊക്കെ നമ്മൾ പഠിക്കുമായിരുന്നു. നമ്മൾ അതൊക്കെ ഒരു ശിക്ഷണം, ആവശ്യത്തിനുള്ള ശിക്ഷണമാണ് തന്നിരുന്നത്. പക്ഷെ ഇതിപ്പോൾ അനാവശ്യമായിട്ട് എവിടുന്നോ വന്ന കുറെ അധ്യാപകർ, ഈ അധ്യാപകരെയാണ് പേപ്പട്ടികൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള പേപ്പട്ടികളുടെ കുര മൂലം ഒരു പാവപ്പെട്ട പയ്യൻ, എന്താ, അവൻ പഠിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു പയ്യനാണ്. അവന്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കണം, അവന് പഠിക്കണം എന്നുള്ള താല്പര്യമുള്ളൂ, കാരണം പാവപ്പെട്ട വീടാണ്, വീട് നന്നാക്കി കൊണ്ടുപോകണം എന്നൊരു ചിന്തയുള്ള ഒരുത്തനായിരുന്നു. അവനെയൊക്കെ ഇമ്മാതിരി ടോർച്ചറിങ് ചെയ്യാന്ന് പറഞ്ഞാൽ, പക്ഷെ ഇതുപോലെ ടോർച്ചർ ചെയ്തിട്ടും അവന്റെ പ്രതികരണം എങ്ങനെയാന്നുള്ളത് കൃത്യമായിട്ട് അവന്റെ ഓഡിയോ ക്ലിപ്പ് വഴിയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അവൻ എന്ന് പറയുന്ന ആ പയ്യൻ, നിതിൻ എന്ന് പറയുന്ന പയ്യൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അധ്യാപകര് അവനെ ഇങ്ങനെ അവനോട് ഇതുപോലെ പെരുമാറിയപ്പോൾ അവൻ തിരിച്ച് പ്രതികരിക്കുകയും അതെന്താണ് അവൻ പ്രതികരിച്ചതെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കൂട്ടുകാരോടൊക്കെ പറയുകയും ഒക്കെ ചെയ്തായിരുന്നു. അപ്പം അതുപോലെ ഈ അധ്യാപകന്മാർ ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ അധ്യാപകരുണ്ട്, പക്ഷെ ആരും അങ്ങോട്ട് വരുന്നില്ല. പിന്നെ ചില കോളേജുകളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് പറയാൻ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല, പറഞ്ഞുള്ള കേട്ടുകേൾവി ഉള്ളത് കൊണ്ടാണ്. പൈസയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില കോളേജുകൾ ഉണ്ടെന്ന് പറയുന്നു. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തോറ്റുപോകാന്ന്. എൻട്രൻസ് കോച്ചിങ് സെന്ററുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. അതിനൊരു തെളിവ് എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല. പുറത്തേക്ക് വരുവാണെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ഇടാം. അപ്പം എന്തായാലും ഇപ്പൊ സംഭവിച്ച കാര്യം, ഇനിയിപ്പോ അടുത്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തരാം. ഒരു ചാനൽ വാർത്തയിൽ അദ്ദേഹത്തിന്റെ, ഈ മരിച്ചുപോയ കുട്ടിയുടെ, അതായത് ഈ നിതിന്റെ സഹോദരി സംസാരിക്കുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. മാധ്യമങ്ങളോട് പറഞ്ഞു, പ്രിൻസിപ്പലിനോടക്കം പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നും സഹോദരി പറയുന്നു. പിന്നെ പ്രിൻസിപ്പലിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എച്ച്ഒഡി ഇങ്ങനെ സംസാരിച്ചല്ലോ, അതായത് പട്ടിയെ പോലെയാണ്, നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം
എല്ലാ രീതിക്കും അവനോട് ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ, അയാൾ കൊന്നിട്ടേ പോവുള്ളൂ. അത് ആദ്യമേ പറഞ്ഞു. പുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിന്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം, അയാൾ ചിരിക്കണം. ഇപ്പം ഇവനെന്നല്ല, ഏത് ആ ക്ലാസ്സിലുള്ള വേറൊരു കൊച്ചുണ്ടായിരുന്നു, ഷയാന എന്ന് പറയുന്നത്. ആ കൊച്ചിനെതിരെയും ഇതുപോലെ സെയിം, അതായത് വേറെ എന്തോ മുസ്ലിമാണ് ആ കൊച്ച്. അതിൻ്റെ ഇതിൽ ഒരിത് വന്നായിരുന്നു. 8 മണിക്ക് വിളിച്ചായിരുന്നു. പിന്നെ ബർത്ത്ഡേ ചേച്ചിയുടെ മോൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വിളിച്ചായിരുന്നു. 11:30 വരെ വിളിച്ചു, കുഴപ്പമൊന്നും ഇല്ല. ഒറ്റയ്ക്ക് കിടത്തിയിട്ടുണ്ട്. അവരെ പുറത്ത് നിർത്തി വേണം പഠിപ്പിക്കാനെന്ന് പറഞ്ഞു. എന്നതാണെങ്കിലും ഈ ഒരു സംഭവം, ഇത്രയും കാര്യങ്ങൾ കേട്ടത് വെച്ചിട്ട് ഒരിക്കലും ആ പയ്യൻ ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. അവനെ അത്ര ടോർച്ചർ ചെയ്തിട്ടും അവന്റെ വിൽ പവർ, അവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹവും ഒരു ആശയം ഉണ്ടായിരുന്നു. എങ്ങനെയും പഠിച്ച് ഡോക്ടർ ആവുക, ഡോക്ടർ ആയതിനു ശേഷം കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റി ആ കാരണവന്മാരെ മര്യാദയ്ക്ക് നോക്കുക എന്നുള്ളൊരു നിശ്ചയദാർഢ്യമുള്ള ഒരു കുട്ടിയായിരുന്നു. അവനെയാണ് ഇതുപോലെ ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. എന്തായാലും അത് വളരെ ദുരൂഹതയുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മിക്കവാറും ഉന്തിയിട്ടതാകാൻ സാധ്യതയുണ്ട്. ഇത് ശരിക്കും കേസ് അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ഇതിന്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവും. എന്തായാലും ഇതിന്റെ പിന്നിലുള്ളവരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. പോരാ, ശിക്ഷ നിർബന്ധമായിട്ടും കൊടുക്കണം, നല്ല ശിക്ഷ കൊടുക്കണം. ഇങ്ങനെയുള്ള അധ്യാപകർക്കെതിരെയാണ് ശിക്ഷ കൊടുക്കേണ്ടത്. അല്ലാതെ പഠിക്കാതിരിക്കുമ്പം സ്കൂളുകളിലൊക്കെ കുട്ടികളെ ചെറിയ രീതിയിൽ ശാസിക്കുകയും ചെറിയ അടിയൊക്കെ കൊടുത്ത് ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന അധ്യാപകരെ, ചെറിയ ശിക്ഷകൾ കൊടുക്കുന്ന അധ്യാപകരെ അല്ല നമ്മൾ മറ്റു രീതിയിലുള്ള സ്ഥലമാറ്റോ കാര്യങ്ങളോ കൊടുക്കും. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവന്മാരെ തന്നെ വേണം ടാർഗറ്റ് ചെയ്ത്, ഇങ്ങനെയുള്ള അധ്യാപകരെ തന്നെ വേണം ടാർഗറ്റ് ചെയ്ത് അവർക്ക് ശിക്ഷ കൊടുക്കാൻ. ഒന്നെങ്കിൽ അവരുടെ പഠിപ്പിക്കാനുള്ള അധികാരം വിടുക, അവരുടെ ജോലിയിൽ നിന്ന് അവരെ പറഞ്ഞു വിടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. അവൻ്റെ കൂട്ടുകാരൊക്കെ സംസാരിക്കുന്നുണ്ട്. നിതിൻ്റെ കൂട്ടുകാർ ഇപ്പോൾ നിതിനെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. +2 ഒരുമിച്ച് പഠിച്ച കുട്ടികളാണ്. നിതിന് ഡോക്ടറാവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പഠിച്ച ഒരാളാണ്. അതെ, അങ്ങനെ പഠിച്ചതാണ്. എൻ്റെ ഡ്രീമായിരുന്നു. അപ്പോൾ അവനിങ്ങനെ ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നില്ല. നല്ല എനർജറ്റിക്കാണ് അവൻ, നല്ല പോസിറ്റീവ് മൈൻഡും അങ്ങനെയൊക്കെ നല്ല എൻജോയ്മെൻറ്റ് വൈബായിട്ട് നടക്കുന്ന കുട്ടിയായിരുന്നു അവൻ. പക്ഷെ അവൻ ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല. നിങ്ങളെങ്ങനെയാണ് +2 വെച്ച് പഠിച്ചതാണ്? ചെറുപ്പം തൊട്ടേ നന്നായിട്ട് പഠിക്കുമായിരുന്നു ക്ലാസ്സിലൊക്കെ? നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു +2. അവൻ നല്ല സ്കൗട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് എല്ലാവരും. പിന്നെ അവന് എൻട്രൻസ് 2 വർഷം റിപ്പീറ്റ് ചെയ്ത് നല്ല വീട്ടിൽ ഇരുന്ന് എല്ലായിടത്തും പഠിച്ചാണ് അവൻ എടുത്തതല്ല. ഇത്രയും അവൻ കഷ്ടപ്പെട്ടെടുത്തിട്ടാണ് അപ്പം ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും പറ്റി. ഇത്രയും കഷ്ടപ്പെട്ടവൻ എടുത്തതാണ്, അവൻ്റെ ആഗ്രഹമായിരുന്നു അത്. MBBS-നായിരിക്കും ട്രൈ ചെയ്തത് അല്ലേ? അല്ല, കൊച്ചിലെ തൊട്ട് അറിയാം. അപ്പം അവന് ഇതായിരുന്നു ആഗ്രഹം. കൊച്ചിലെ തൊട്ട് അങ്ങനെ ആഗ്രഹമായിരുന്നു? ഡോക്ടറാവണമെന്നായിരുന്നു ആഗ്രഹം. നിങ്ങൾ ചെറുപ്പം തൊട്ടൊക്കെ കളിച്ചു വളർന്ന പിള്ളേരായിരിക്കും? വീടിനടുത്തായിരുന്നു, അറിയായിരുന്നു അവന്. ഒന്നിച്ചും പഠിച്ചിട്ടുണ്ട്. പഠിക്കുമായിരുന്നു, നല്ല കൈയക്ഷരമായിരുന്നു, നല്ലൊരു പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഫുൾ ടൈം കളിച്ചിരിച്ച് കിടക്കുന്ന പയ്യനാണ്. അങ്ങനെ പോണല്ല. ഇത് മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ അകത്ത് ഈ 3 ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ച ഈ 3 വീഡിയോകളും കേട്ടതും കണ്ടതുമായിട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആ നിതിൻ എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് ഉള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യാനുള്ള ഒരു മൈൻഡ് അല്ല അവന് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവൻ കൃത്യമായ രീതിയിൽ സഹോദരിമാരെയും വിളിച്ച് അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരും അറിഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ. അത് മാത്രമല്ല, പ്രിൻസിപ്പളിന് ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, അതിന്മേൽ പരാതി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ കൈയൊഴിയുന്നത് അദ്ദേഹം 3 മാസമേ ആയിട്ടുള്ളൂ അവിടെ ചാർജ് എടുത്തിട്ടുള്ളത്. എന്തായാലും വ്യക്തമായിട്ടുള്ള അന്വേഷണം വേണം. ആർക്കും വേണ്ടി നിയമം ഒരു സൈഡും പിടിക്കരുത്. ഈ നിതിൻ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് നീതി കിട്ടണം. ഇങ്ങനെയുള്ള നീചന്മാരായ അധ്യാപകരെ പറഞ്ഞു വിടുക മാത്രമല്ല, ശിക്ഷ കൊടുക്കണം. കാരണം അവര് മൂലം ഉണ്ടായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും നിതിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് ഞാൻ. നിതിൻ എന്ന് പറയുന്ന കുട്ടിക്ക്, ആ ഒരു സ്റ്റുഡന്റ്, ആ ദന്തൽ കോളേജിൽ ഡോക്ടറാകാൻ ആഗ്രഹിച്ചു വന്ന ആ കുട്ടി, അദ്ദേഹത്തിന് ഉണ്ടായ ഈ മരണം
ഇതൊരു ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അവനൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് അവൻ്റെ സഹോദരിമാർക്കും അവൻ്റെ കൂട്ടുകാർക്കും അറിയാം. അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കൊക്കെ അറിയാം. പഠിക്കണമെന്ന് മാത്രം ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥി അവനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുക. അവന് നീതി വേണം. നിയമം എന്ന് പറയുന്നതിനോട് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്.